ഹലോ എവരി വൺ, വെൽക്കം ടു റൈൽസ് അക്കാഡമി. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഓൾറെഡി ചെയ്തു, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സിന്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമാണ്. ഇവാലുവേഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ടീച്ചർ ലേണർ അവരുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്, ടീച്ചിങ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യാ ഇത് ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് ടോപ്പിക്സുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ചെയ്യാറുള്ളത് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞ് അങ്ങോട്ട് പോവുകയല്ല. ക്വസ്റ്റ്യൻ പറയുന്നു, ആ ക്വസ്റ്റ്യന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. ടീച്ചിങ് എയ്ഡ്സിന് ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് എന്താണെന്ന് പഠിക്കുന്നു. ഇവാലുവേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവാലുവേഷൻ എന്ന് പഠിക്കുന്നു. ഓക്കെ, അങ്ങനെ വളരെ ഇൻഡെപ്തിലായിരിക്കും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഫൈൻ. സോ ഐ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സമയം കളയുന്നില്ല. 1 സെക്കൻഡ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുക്കാൻ പ്രധാനപ്പെട്ട ഒരു റീസൺ കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ 2 എക്സാമിനേഷൻ ആണോ 3 എക്സാമിനേഷൻ, എനിക്ക് കറക്റ്റ് റീകോൾ ചെയ്യാൻ പറ്റില്ല. എന്തായാലും റീസെന്റ് ആയിട്ട് നടന്ന നെറ്റ് എക്സാമില് ടീച്ചിങ് ആപ്റ്റിന്റെ ഭാഗത്തുനിന്ന് ചില സമയങ്ങളിൽ GK ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അത് പൊതുവേ ആ ടീച്ചിങ് ആപ്പിൽ പൊതുവെ അങ്ങനെ വരാറില്ല. പക്ഷെ റീസെന്റ് ആയിട്ടുള്ള ഏതോ ഒരു എക്സാമിന്, എനിക്ക് കറക്റ്റ് ഏത് എക്സാം എന്ന് പറയാൻ പറ്റുന്നില്ല, ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ജാക്വസ് ഡെലേഴ്സിന്റെ യുനെസ്കോവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിന്റെ ടൈറ്റിൽ എന്താണെന്നുള്ളത്. ഓക്കെ, ആക്ച്വലി ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ജാക്വസ് ഡെലേഴ്സിന്റെ റിപ്പോർട്ട് ടു യുനെസ്കോ വാസ് ടൈറ്റിൽഡ് ആസ്, ഈ പറയപ്പെടുന്ന ഈ കൊടുത്ത ടൈറ്റിൽ ഏതാണ്? ജാക്കസ് ഡെലസിന്റെ യുനെസ്കോയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ടൈറ്റിൽ എന്നാണ് ചോദിക്കുന്നത്. സോ ഞാൻ ഡയറക്റ്റ് ആൻസറിലോട്ട് വരാം കേട്ടോ. എന്താണ് ഈ റിപ്പോർട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ജാക്വസ് ഡെലസ് റിപ്പോർട്ട് ടു യുനെസ്കോ. റിപ്പോർട്ട് നെയിം എന്താണ്? ലേണിംഗ് ദ ട്രഷർ വിത്തിൻ. 1996 കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. സബ്മിറ്റഡ് ടു യുനെസ്കോ, പ്രിപ്പയർഡ് ബൈ ജാക്വസ് ഡെലസ്. എന്താ അതിൽ പറയുന്നത്? ഒരു ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു എഡ്യൂക്കേഷൻ എങ്ങനെ ഉണ്ടാകണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് പ്രധാനമായിട്ട് 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ് ജാക്വസ് ഡെലേഴ്സ് യുനെസ്കോയുടെ മുന്നോട്ട് വെക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നെന്താണ്? ലേണിംഗ് ടു നോ ആണ്, റൈറ്റ്? നോളജ് ഗെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ലേണിംഗ് ടു ഡു, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ പറയപ്പെടുന്ന ഹാൻഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്കില്ല് ആയിക്കോട്ടെ, അങ്ങനെ ഡിഫറെന്റ് സെറ്റ് ഓഫ് സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പഠിക്കേണ്ടത്, ലേണിംഗ് നടത്തേണ്ടതുണ്ട്. ലേണിംഗ് ടു ലിവ് ടുഗദർ, റൈറ്റ്? നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്കൊരു സമൂഹത്തിൽ വളരെ സഹകരണത്തോടു കൂടി ഒരു ആളുകൾക്കിടയിൽ ഒരു സഹിഷ്ണുത എന്നുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോവുക എന്നുള്ളതും കൂടി എന്താണ്? ഒരു ലേണിംഗിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ എന്താണ്? ലേണിംഗ് ടു ബി, അല്ലെ? അതായത് നമ്മളെ ഇപ്പോ എന്താ പറയാ, നമ്മളൊരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാനും വേണ്ടി, നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ലേണിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ജാക്വസ് ഡെലസ് പറയുന്നത് ഇതാണെന്ത്? ഒരു എഡ്യൂക്കേഷന്റെ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? ഒന്ന് ലേണിംഗ് ടു നോ, നോളജ് ഗെയിൻ ചെയ്യാൻ. ലേണിംഗ് ടു ഡു, സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ. ലേണിംഗ് ടു ലിവ് ടുഗദർ, അല്ലെ? സമൂഹത്തില് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ. ലേണിംഗ് ടു ബി, അല്ലെ? ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെയാണ് യുനെസ്കോയിൽ കൊടുത്ത റിപ്പോർട്ടിലെ ചെയ്തിട്ടുള്ളത്, അവിടെ കൊടുത്തത്. ഓക്കെ, ഇപ്പൊ ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട്, ലേണിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാലോ. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. Which of the following set of statements best describes the nature and objective of teaching? Okay, nature and objective of teaching എന്നുള്ള ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് എന്താണ്? ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ്. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? കൺസേൺസ് ഓഫ് ഓൾ ടീച്ചിങ് ഈസ് ടു എൻഷുർ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ്. പിന്നെ എന്താണ്? ഓൾ ഗുഡ് ടീച്ചിങ് ഈസ് ഫോർമൽ ഇൻ നാച്ചർ. എ ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ. ടീച്ചിങ് ഇസ് എ സോഷ്യൽ ആക്ട് വേറസ് ലേണിംഗ് ഇസ് എ പേഴ്സണൽ ആക്ട്, അല്ലെ? അപ്പോ ഇതിൽ എന്താണ്? പ്രധാനമായിട്ട് 4 ഓപ്ഷൻസ് ഉണ്ട്, അല്ലെ? ABD ഉണ്ട്, BCE ഉണ്ട്, ACF ഉണ്ട്, DEF ഉണ്ട്. ഓക്കെ, ആൻസർ ചെയ്യേണ്ടവരെ പോസ് ചെയ്യുക, എന്ത് ചെയ്യുക, അത് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ ഇതാക്കുക. ഞാൻ ഡയറക്റ്റ് ആൻസറിലോട്ട് വരികയാണ്. എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? ACF ആണ്, റൈറ്റ്? ACF ആണ്. ഓക്കെ, ACF, റൈറ്റ്?
ടീച്ചിങ് ആൻഡ് ലേണിംഗ് ആർ ഇന്റഗ്രലി റിലേറ്റഡ് അല്ലെ. ഈ രണ്ട് കോൺസെപ്റ്റ് ടീച്ചിങ്ങും അതുപോലെ തന്നെ ലേണിംഗ് എന്താണ് റിലേറ്റഡ് ആണ് അല്ലെ. നമുക്കൊരു കാര്യം ലേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ആരെങ്കിലും ഒരാളെ ടീച്ച് ചെയ്യണം, റൈറ്റ്? ഓക്കെ, ആരെങ്കിലും ടീച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരാൾക്ക് ഒരു കാര്യം ലേൺ ചെയ്യാൻ പറ്റൂ, റൈറ്റ്? അപ്പൊ രണ്ടും എന്താണ് ഇന്റഗ്രലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണ് ഒരു ടീച്ചിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? പിന്നെന്താണ് കൺസേൺ ഓഫ് ഓൾ ടീച്ചിങ് ഈസ് ടു എൻഷുർ സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ് അല്ലെ. ഏതൊരു പിന്നെ ടീച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ടീച്ചിങ് പ്രോസസ് ആയിക്കോട്ടെ, അതിന്റെ അൾട്ടിമേറ്റ് എന്താണ് ആ കുട്ടി ആ ഒരു കാര്യം പഠിക്കുന്നതിന് മുന്നേ എങ്ങനെയാണോ ആ കാര്യം പഠിച്ചതിന് ശേഷം അതേപോലെ ആകാനല്ല. ഒരു കാര്യം പഠിക്കുന്നതിന് മുന്നേ നിന്ന് കുട്ടിയെ എന്താണ് അത് പഠിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം, ഒരു ചേഞ്ച് ആ കുട്ടിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ടീച്ചിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ്, റൈറ്റ്? സം കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ്, റൈറ്റ്? അപ്പം എയും സി എന്താണ് കറക്റ്റ് ആൻസർ എന്താണ്? നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ്. രണ്ടും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ, ടീച്ചിങ്ങും ട്രെയിനിങ് എന്നുള്ളത്. ഓക്കെ, പിന്നെന്താണ് ഓൾ ഗുഡ് ടീച്ചിങ് ഇസ് ഫോർമൽ ഇൻ നേച്ചർ. ഒരിക്കലും അല്ല, നമുക്ക് ഇൻഫോർമലി അല്ലെ, നമുക്ക് ഇൻഫോർമലി ഒരുപാട് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ. അപ്പൊ ഒരിക്കലും നമുക്ക് ടീച്ചിങ് എല്ലാം ഫോമൽ ആണെന്ന് പറയുന്നത്, നമുക്ക് ജീവിതം യാത്രകളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. നമ്മള് പിന്നെ പ്രായമായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് തകർന്ന ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇന്ന് ഫോമൽ നാച്ചുറൽ അല്ലെങ്കിൽ ഇൻഫോമൽ നാച്ചുറൽ ആണ്, റൈറ്റ്? അപ്പൊ ലേണിംഗ് ഗുഡ് ടീച്ചിങ് എന്ന് പറയുന്നത് ഫോമൽ നാച്ചുർ മാത്രമല്ല. പിന്നെന്താണ് ടീച്ചർ ഈസ് എ സീനിയർ പേഴ്സൺ, ഒരു അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഓപ്ഷൻ, അത് തെറ്റാണെന്നുള്ളത്. ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആക്ട് വേറെസ് ലേണിംഗ് ഈസ് എ പേഴ്സണൽ ആക്ട്, റൈറ്റ്? അതും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള. ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സോഷ്യൽ ആക്ട് ആണ്, ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് പേഴ്സണൽ ആക്ട്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ വ്യക്തികളും അവർക്ക് അടിസ്ഥാനമാക്കിയിട്ട് അവർ ചിന്തിക്കേണ്ട ഒരു വിഷയം, റൈറ്റ്? അപ്പം എയും സിയും എഫും ആണ് എന്ത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വരുന്ന ആൻസർ. ഓക്കെ, അപ്പൊ ഇതിനോട് നമ്മൾ എന്ത് ചെയ്യണം? നാച്ചുറൽ ആൻഡ് ഒബ്ജക്റ്റീവ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. അതായത് ടീച്ചിങ്ങിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് നാച്ചുർ ആൻഡ് ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം നമുക്ക് നാച്ചുറൽ ആൻഡ് ഒബ്ജക്റ്റീവ് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. നാച്ചുറൽ ഫസ്റ്റ് എന്താണ് ടീച്ചിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് അല്ലെ. ഓക്കെ, എന്താണ് നമ്മൾ പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ് അത് ഒരിക്കലും നിലക്കാത്ത, എവിടെയും അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടീച്ചിങ്ങും ലേണിംഗും എന്താണ് അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ട പ്രോസസ് ആണ്, എവിടെയും സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്, റൈറ്റ്? ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ടീച്ചിങ് ഈസ് ബോത്ത് ആൻ ആർട്ട് ആൻഡ് എ സയൻസ്, റൈറ്റ്? ആർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ടീച്ചിങ്ങിന് കലകൾ പോലെ അല്ലെങ്കിൽ കലകൾ അവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ് അതിന് നമുക്കൊരു സ്കില്ല് വേണം അല്ലെ. ഭരതനാട്യം ആയിക്കോട്ടെ, കുച്ചിപ്പുടി ആയിക്കോട്ടെ, മഹിമ ആയിക്കോട്ടെ, എല്ലാ ആർട്ട്, ചിത്രം വരയ്ക്കുന്ന ആയിക്കോട്ടെ, അതിനൊക്കെ എന്താണ് ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്കില്ലാണ്. ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്കിൽഫുൾ ആക്ടിവിറ്റി ആണ്. സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് ആണ് അല്ലെ. ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയ പോലെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോ ആളുകൾക്കും എന്താണ് അവരുടെ മൈൻഡിലേക്ക് ഒരു വിഷയം എങ്ങനെ എത്തിക്കണം എന്നുള്ളത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് രീതികളുണ്ട് ഓരോ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നത്. അപ്പൊ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് ആർട്ടുമാണ്, അത് സയൻസുമാണ്. ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല, കാരണം എന്താ ഇതിനൊക്കെ ഓൾറെഡി വീഡിയോ ഒരുപാട് ചെയ്തതാണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ പിന്നെ കോഴ്സ് ഓക്കെ ചാനലിൽ പോവുക, കോഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാണ്. ഓക്കെ, ഇറ്റ് എയിംസ് അറ്റ് ബിഹേവിയറൽ ചേഞ്ചസ് ഇൻ ലേണേഴ്സ്, റൈറ്റ്? ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ് ആളുകൾക്കിടയിൽ ഒരു പെരുമാറ്റത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും, റൈറ്റ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടീച്ചിങ് ഇസ് എ ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റി അല്ലെ. വെറുതെയാണ് നമ്മൾ ടീച്ചിങ് എന്നുള്ള ഒരു പ്രോസസ്സ് വെറുതെ ഉള്ള ഒരു കാര്യമാണ് അല്ല, കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ട് അല്ലെ. ആ ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യുക, ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്കില്ലുകൾ പഠിപ്പിക്കുക, ആ ഒരു വ്യക്തിയുടെ ചിന്ത അല്ലെങ്കിൽ ചിന്തകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് എക്സ്പൈസഡ് ഫാക്ടേഴ്സ് ടീച്ചിങ്ങിലുണ്ട്, റൈറ്റ്? അതുകൊണ്ട് തന്നെ അതൊരു ഗോൾ ഓറിയന്റഡ് ആക്ടിവിറ്റി ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ഗൈഡൻസ്, മോട്ടിവേഷൻ, ഇവാലുവേഷൻ, റൈറ്റ്? അപ്പൊ അതിൽ ടീച്ചിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഗൈഡൻസ് കൊടുക്കേണ്ടി വരും, കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടി വരും, അവർ ഇവാലുവേറ്റ് ചെയ്യണം, റൈറ്റ്? ഇതാണ് എന്ത് നാച്ചുർ, റൈറ്റ്? നാച്ചുർ ആണ്. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് നമുക്ക് നോക്കാം. ടു പ്രൊവൈഡ് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ്? അതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ആണ് ആളുകൾക്ക് എന്താണ് നോളജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്താണ് ടു ഡെവലപ്പ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, റൈറ്റ്? ആളുകൾക്കിടയിൽ എന്താണ് സ്കില്ലും എബിലിറ്റിയും ഡെവലപ്പ് ചെയ്യാം. ടു എൻകറേജ് ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് തിങ്കിങ് അല്ലെ. കുട്ടികൾക്കിടയിൽ എന്താണ് കുട്ടികൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് ചെറിയ കുട്ടികളാണ് കേട്ടോ. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതൊരു മെരിറ്റാ. എനിക്ക് എപ്പോഴും ഞാൻ വിദ്യാർത്ഥിയാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു രസമാണ്. കാരണം വിദ്യാർത്ഥി എന്നുള്ള ടാഗ് ഭയങ്കര എന്താണ് നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് ആണ്. നമ്മളെ ലൈഫിൽ എപ്പോഴും വിദ്യാർത്ഥി ആകണം എന്ന് ഞാനിപ്പം അങ്ങനെ ഫിലോസഫി കാര്യങ്ങൾ പറയാൻ മാത്രമുള്ള ഒരു പ്രായം അല്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര പ്രായമാണെന്നനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കണം എന്നുള്ളത്, റൈറ്റ്?
അത് ഒരു അധ്യാപകനെ സംബന്ധിച്ചുള്ള അത് എപ്പോഴും ചിന്തിക്കുന്ന കാര്യമായിരിക്കും. അധ്യാപകർക്ക് ആ ഒരു മെന്റാലിറ്റി ഉണ്ടാവും, നമ്മൾ എപ്പോഴും ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, ടു ഷേപ്പ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ്, റൈറ്റ് അല്ലെ? ഒബ്ജക്റ്റീവ് വളരെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ്. ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സും അവരുടെ വാല്യൂസും ഒരു മൊറാലിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെന്താണ്? ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ സോഷ്യൽ ലൈഫ് ആൻഡ് കരിയർ, അല്ലെ? ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, അല്ലെ? ഒരു സമൂഹത്തിൽ നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യണം, റൈറ്റ്? അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ചിന്താ പ്രോസസ്സുകളൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ടീച്ചിങ് എന്ന് പറയുന്നത്, റൈറ്റ്? അതുപോലെ തന്നെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഓക്കെ, അതൊന്നാണ് ഇതിന്റെ ഒബ്ജക്റ്റീവിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫൈൻ, ഒക്കെ നോട്ട് ഡൗൺ ചെയ്യണേ. ഓക്കെ, ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ യു ക്യാൻ ഗോ ടു അനദർ മൈ കോഴ്സസ്. ഓക്കെ, മൈ കോഴ്സ് സെക്ഷനിലെല്ലാം ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് ഹൈലി റിലേറ്റഡ് ടു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്. ഈ പറയപ്പെടുന്നതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ടീച്ചിങ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ലേണർക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. പ്രയർ എക്സ്പീരിയൻസ് ഓഫ് ദി ലേണർ, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഓഫ് പേരൻസ്, പിയർ ഗ്രൂപ്പ്, ഫാമിലി സൈസ്, റൈറ്റ്? അത് ഒരു നമുക്ക് വളരെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആണ്, അല്ലെ? പ്രയർ എക്സ്പീരിയൻസ് ആയിരിക്കും, റൈറ്റ്? എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് ഒന്നും ബാധിക്കുന്ന ഒരു കാര്യമല്ല. പിയർ ഗ്രൂപ്പ് ഇല്ല, അതും വരുന്ന ഒരു കാര്യമല്ല, അത് ലേണർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതല്ല. പിന്നെ ഫാമിലി സൈസ് ഒരു ഘടകമല്ല, റൈറ്റ്? അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? 1 പ്രയർ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് എന്താണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെഡിങ് കൊടുക്കാൻ വിട്ടുപോയതാണ്. ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ, അതാണ് താഴത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മോട്ടിവേഷൻ ടു ലേൺ, അല്ലെ? ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് എന്ത്? നമ്മളെ നിർബന്ധിച്ച് പഠിപ്പിക്കരുത്. നമ്മളൊരു അഡൽട്ട് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള, ചെറിയ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണം, റൈറ്റ്? പിന്നെ വളരെ എന്താ പറയാ, UP, LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ ഉള്ള കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും മോട്ടിവേഷൻ അവർക്ക് കൊടുത്തുകൊണ്ട് നിൽക്കണം. പക്ഷെ അതൊക്കെ കഴിഞ്ഞ അഡൽട്ട്ഹുഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് മോട്ടിവേഷൻ ടു ലേൺ ഉണ്ടാണ്, അല്ലെ? ഇൻട്രസ്റ്റഡ് ആൻഡ് മോട്ടിവേറ്റഡ് ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്സ് ക്വിക്ക്ലി, റൈറ്റ്? അപ്പോൾ ഒരു ലേണർക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ എന്താണ്? മോട്ടിവേഷൻ ടു ലേൺ. കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ എപ്പോഴും ഒരു ത്വര അവരുടെ ഇടയിൽ ഉണ്ടാകണം. പിന്നെന്താണ്? ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, റൈറ്റ്? ഹെൽപ്പ് ലേണേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ക്ലാസ്, റൈറ്റ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാ വിഷയങ്ങളോടും അവർക്ക് ഉണ്ടാകണം. ക്യൂരിയോസിറ്റി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള, ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ. അവര് എല്ലാത്തിനും ക്യൂരിയസ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്താ അറിയോ, നമുക്ക് പല കാര്യങ്ങളെ പറ്റി പഠിക്കാനുള്ള ഒരു ത്വര നമുക്ക് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമാണ്, കാര്യമായിട്ടൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എനിക്കെന്തോ വേറെ തന്നെ എനർജി അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ക്യൂരിയസ് ആകുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ വിഷയങ്ങളിലും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകുക, റൈറ്റ്? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു ലേണർ ക്യാരക്ടറാണ്, റൈറ്റ്? പിന്നെന്താണ്? ഡിസിപ്ലിൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി, റൈറ്റ്? അപ്പം ഡിസിപ്ലിൻഡ് ആകുക, ഓക്കെ, നല്ലൊരു ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? ലേണിംഗ് ഔട്ട്കംസ് പോലുള്ള കാര്യങ്ങളിൽ എന്താണ്? നല്ല ഒരു റെസ്പോൺസിബിൾ ആയിട്ടൊരു സിറ്റിസൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഒരു ലേണിംഗ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ക്യാരക്ടർ വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യം. ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ബിഹേവിയർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്, റൈറ്റ്? പിന്നെ എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി. ഓക്കെ, ഒരു വിഷയത്തെ നമ്മൾ എന്താണ്? ക്രിട്ടിക്കലായിട്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമുക്കൊരു കേസ് സ്റ്റഡി തരാണ്. ഇപ്പൊ കേസ് ബേസ്ഡ് ലേണിംഗ് ഒക്കെ പറയുന്ന മെത്തേഡുകളുണ്ട്. ഇപ്പോ ഞാനൊക്കെ MBA സ്റ്റുഡൻസിന് കേസ് ബേസ്ഡ് ലേണിംഗ് ചെയ്യാം. MBA സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ കേസുകൾ കൊടുക്കും. എന്തുകൊണ്ട് ബൈജൂസ് ഫെയിൽഡ് ആയി? ബൈജൂസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള എഡ്ടെക് കമ്പനി എന്തുകൊണ്ട് ഫെയിൽഡ് ആയി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു വിഷയം എന്തുകൊണ്ട് ബൈജൂസ് ഫെയിൽഡ് ആയി എന്ന് പറഞ്ഞ് ഞാൻ ഒരു ക്ലാസ് എടുക്കുന്നതും ഞാൻ അവർക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുകയാണ്. നിങ്ങൾ കണ്ടുപിടിക്കുക എന്തുകൊണ്ട് ഇത് ഫെയിൽഡ് ആയി. അപ്പൊ എന്താ സംഭവിക്കുക? കുട്ടികളൊക്കെ ഇരുന്ന് അതിനെപ്പറ്റി ക്രിട്ടിക്കലായിട്ട് എന്ത് ചെയ്യും? അതിനെപ്പറ്റി ചിന്തിക്കും. അതിനെ ആഴത്തിൽ പഠിച്ച് ഒരു കേസ് സ്റ്റഡി രൂപത്തിൽ അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ഏതൊക്കെ സ്ട്രക്ചറാണ് പ്രശ്നങ്ങൾ സംഭവിച്ചത്, ഓക്കെ, എവിടെയാണ് ഇതിന്റെ ഫോൾട്ട് പറ്റിയത്. ഓക്കെ, അപ്പൊ ഒരു ലേണർക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു വിഷയത്തെ പറ്റി ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി എന്ന് പറയുന്നത്, റൈറ്റ്? പിന്നെന്താണ്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, റൈറ്റ്? ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇത് ലേണർക്ക് എന്നല്ല എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ അത് മോശമല്ല കേട്ടോ, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്, റൈറ്റ്? ഇംപ്രൂവ്സ് ഇന്ററാക്ഷൻ വിത്ത് ടീച്ചേഴ്സ് ആൻഡ് പിയേഴ്സ്, റൈറ്റ്? ടീച്ചേഴ്സും അതുപോലെ തന്നെ പിയേഴ്സുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ലേണേഴ്സിന് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. പിന്നെ അഡാപ്റ്റബിലിറ്റി. ഓക്കെ, ലേണേഴ്സിന് എന്താണ്?
പല പല ടീച്ചിങ് മെത്തേഡ്സിലും പല പല എൻവിറോൺമെന്റ്സിലും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ലേണേഴ്സിന് എന്താണ് വളരെ നിർബന്ധമായിട്ട് വേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ്, ഇൻക്രീസ് എൻഗേജ്മെന്റ്, റിട്ടൻഷൻ ഓഫ് നോളജ്. ഓക്കെ, ആക്റ്റീവ് ആയിട്ട് ഡിസ്കഷൻ ആയിക്കോട്ടെ, നമ്മുടെ ഒരു അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും നമ്മൾ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് എന്താണ് ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. റൈറ്റ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഞാൻ ആൻസർ പറഞ്ഞിട്ടില്ല, ആൻസർ പറഞ്ഞില്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ലെക്ചറിംഗ് ഉണ്ട്, ഡിസ്കഷൻ ഉണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷണൽ പ്രൊസീജിയർ ഉണ്ട്. സെറ്റ് 2 എന്ന് പറയുന്നത് സ്മോൾ സ്റ്റെപ്പ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഐഡിയാസ്, content delivery, use of teaching aids, theme based interaction among participants. Methods of teaching ന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. കറക്റ്റ് ആൻസർ എന്താണ്? 3 ആണ്. റൈറ്റ്. ഓക്കെ, അതെങ്ങനെ കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. എന്താണ് ലെക്ചറിങ്? എന്താണ് കോണ്ടന്റ് ഡെലിവറി ഇൻ യൂസിഡ് ലാംഗ്വേജ്. റൈറ്റ്. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? തീം ബേസ്ഡ് ഇന്ററാക്ഷൻ ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ഐഡിയാസ് ആണ്. പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ സ്റ്റെപ്പ് വിത്ത് ഫീഡ്ബാക്ക് ആണ്. റൈറ്റ്. ഓക്കെ, അപ്പോ ലെക്ചറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? ഒരു ലൂസിഡ് ലാംഗ്വേജിൽ എന്താണ് കണ്ടന്റ് നമ്മൾ ആളുകളിലോട്ട് ഡെലിവറി ചെയ്യാന്നുള്ള ഒരു മീനിങ് ആണ് ലെക്ചറിങ്ങിന് വരുന്നത്. ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ഒരു തീം കൊടുക്കും. ഇപ്പൊ ബൈജൂസ് ഫെയിലർ എന്ന് പറഞ്ഞൊരു തീം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ എന്താണ് ആളുകൾ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ, പരസ്പരം ഒരു ഡിസ്കഷൻ നടത്തും. അതാണ് ഈ പറയുന്ന തീം ബേസ്ഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മള് ഇപ്പോ നമ്മളൊരു സിറ്റുവേഷൻ കൊടുക്കും. ഓക്കെ, കേരളത്തില് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്രൈസിസ് സംഭവിക്കുകയാണ്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് സമയം കൊടുക്കും. ആ 5 മിനിറ്റ് കൊണ്ട് ആ ക്രൈസിസിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പാടില്ല. അതാണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് അല്ലെ? ഐഡിയാസുകൾ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്മോൾ സ്റ്റെപ്സ് വിത്ത് ഫീഡ്ബാക്ക്. റൈറ്റ്. അല്ല, അറിയുന്ന ഒരു മീനിങ് ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ കറക്റ്റ് മാച്ചിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫോർമാറ്റീവ് ഇവാലുവേഷൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ആട്ടോ. ഐഡന്റിഫൈ ദി ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആക്ടിവിറ്റീസ്. ഓക്കെ, ഈ പറയപ്പെടുന്നതിൽ ഫോർമാറ്റിംഗ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ്? Awarding grades after course completion, providing corrective feedback in the class, giving marks, clarifying doubts, reporting overall performance, motivating learners. Okay, അപ്പൊ കോഡ് എന്താണ്? ABC ഉണ്ട്, BCD ഉണ്ട്, ACE ഉണ്ട്, BDF ഉണ്ട്. കറക്റ്റ് ആൻസർ പോസ് ചെയ്യുക. കറക്റ്റ് ആൻസർ എന്താണ്? സോ ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ conducted during the teaching, right? Conducted during the teaching learning process, right? ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. റൈറ്റ്. ഇവാലുവേഷൻ നമുക്ക് പല തരത്തിലുണ്ട് അല്ലെ? ഒരു പിന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ മുന്നേ നടക്കുന്നുണ്ട്, അതിന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നതിന്റെ ഇടയിൽ, ഓക്കെ, ആ മിഡിൽ പോയിന്റിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. അപ്പൊ ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്യൂറിംഗ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് അല്ലെ? ആ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്ന ഒരു ഇവാലുവേഷൻ ആണ് ഫോർമാറ്റീവ് ഇവാലുവേഷൻ. റൈറ്റ്. ഓക്കെ, എക്സാമ്പിൾ ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, അസൈൻമെന്റ് ഉണ്ട്, ക്വിസസ് ഉണ്ട്, ക്ലാസ് റൂം ഡിസ്കഷൻ ഉണ്ട്, ഹോംവർക്ക്. റൈറ്റ്. ഇപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? BDF ആണ് അല്ലെ? എന്താണ്? പ്രൊവൈഡിങ് കറക്റ്റീവ് ഫീഡ്ബാക്ക് ഇൻ ദ ക്ലാസ്, അതുപോലെ തന്നെ ക്ലാരിഫൈങ് ഡൗട്ട്സ് ഇമ്മീഡിയറ്റ്ലി, അതുപോലെ തന്നെ മോട്ടിവേറ്റിംഗ് ലേണേഴ്സ് ത്രൂ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. റൈറ്റ്. ഇതൊക്കെ എന്താണ്? ഫോർമാറ്റീവ് ഇവാലുവേഷനിൽ വരുന്ന പോയിന്റ്സ് ആണ്. റൈറ്റ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും B, D and F ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അസേർഷൻ റീസണിംഗ് ആണ്. ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിംഗ് ലേണിംഗ്, ഓൾ ലേണിംഗ് റിസൾട്ട്സ് ഫ്രം ടീച്ചിങ്. റൈറ്റ്. അപ്പൊ ഇതിൽ ഏതാണ് ട്രൂ? ബോത്ത് ട്രൂ ആൻഡ് R explains A, both true but R doesn't explain A. A is true but R is false, A false but R true. കറക്റ്റ് ആൻസർ പോസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? A is true but R is false. റൈറ്റ്. എന്താണ്? A എന്ന് പറയുന്നത് ഓൾ ടീച്ചിങ് ഷുഡ് എയിം അറ്റ് എൻഷുറിംഗ് ലേണിംഗ്. റൈറ്റ്. എല്ലാ ടീച്ചിങ് മെത്തേഡുകളും എന്താണ്? എല്ലാ ടീച്ചിങ് മെത്തേഡുകളും ഈസ് ഈക്വൽ ടു എൻഷുർ ലേണിംഗ് അല്ലെ? ലേണിംഗ് എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ശരിയാണ്. ഓൾ ലേണിംഗ് ഈസ് ഈക്വൽ ടു ഫ്രം ടീച്ചിങ്. ശരിയാണോ? അല്ല, തെറ്റാണ്. റൈറ്റ്. എല്ലാ ലേണിംഗും ടീച്ചിങ് വഴി മാത്രമൊന്നല്ല, വേറെ നമുക്ക് ലൈഫിൽ പല പല അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ടീച്ചിങ് മാത്രമല്ല ലേണിംഗിന്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. പക്ഷെ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ലേണിംഗ് എൻഷുർ ചെയ്യുന്നത്. റൈറ്റ്. അതുകൊണ്ടാണ് A is true but R is false എന്ന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കീ ബിഹേവിയർ ഇൻ എഫക്റ്റീവ് ടീച്ചിങ്. റൈറ്റ്. ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിന് വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കീ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? യൂസിങ് സ്റ്റുഡൻസ് ഐഡിയ ആൻഡ് കോൺട്രിബ്യൂഷൻ,
സ്ട്രക്ചറിങ്, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ആൻഡ് ക്വസ്റ്റ്യനിങ്. ഓക്കെ, കറക്റ്റ് ആൻസർ നിങ്ങൾ നോക്കുക, പോസ് ചെയ്യുക, കണ്ടുപിടിക്കാം. കറക്റ്റ് ആൻസർ വരുന്നതാണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ആണ്. റൈറ്റ്. ഓക്കെ, ഇവിടെ എന്താണ് ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഫൈൻ. കീ ബിഹേവിയർ ആണ്, ഓർമ്മ ആണ്. ഇതെല്ലാം എന്താണ് പോസിറ്റീവ് ബിഹേവിയേഴ്സിന്റെ ആണ്. യൂസിങ് സ്റ്റുഡന്റ് ഐഡിയാസ് ആൻഡ് കോൺട്രിബ്യൂഷൻ, സ്ട്രക്ചറിങ്, ക്വസ്റ്റ്യനിങ്, ഇതൊക്കെ എന്താണ് ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ചോദിക്കുന്നത് എന്താണ് കീ ബിഹേവിയേഴ്സ് ആണ്. റൈറ്റ്. അപ്പൊ നമുക്ക് ഒരു എഫക്റ്റീവ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ റെഫേഴ്സ് ടു ദി ആക്ഷൻ, skills and strategies used by a teacher to promote meaningful learning and active student participation in the classroom. Right. അപ്പോൾ ഒരു എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു മീനിങ് ലേണിങ്ങിന് വേണ്ടിയിട്ടും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആക്ഷൻസ്, സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസിനെ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻസ് വരുന്നുണ്ട്, ഇൻസ്ട്രക്ഷണൽ വെറൈറ്റി ഉണ്ട്, പ്രോപ്പർ ക്ലാസ് റൂം മാനേജ്മെന്റ് ഉണ്ട്, ക്വസ്റ്റ്യനിങ് സ്കിൽസ് ഉണ്ട്, യൂസ് ഓഫ് എക്സാമ്പിൾസ് ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്, മെയിൻറ്റെയിനിങ് പോസിറ്റീവ് ഇന്ററാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയേഴ്സ് ആണ്. എഫക്റ്റീവ് ടീച്ചിങ് ബിഹേവിയർ ഹെൽപ്സ് ഇംപ്രൂവ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിംഗ്, മോട്ടിവേഷൻ, എൻഗേജ്മെന്റ് ആൻഡ് ഓവറോൾ ലേണിംഗ് ഔട്ട്. റൈറ്റ്. അപ്പം ഈ പറയപ്പെടുന്ന കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ സമയം കണ്ടതായിട്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ ഓൾറെഡി ഇതിന്റെയൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ഹാസ് ടു ബി ജഡ്ജ് ഇൻ ദ ടേംസ് ഓഫ് കോഴ്സ് കവറേജ്, സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്, ലേണിംഗ് ഔട്ട്കം ഓഫ് ദ സ്റ്റുഡൻസ്, യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. അല്ലെ, ഒരു ടീച്ചിങ്ങിന്റെ എഫക്റ്റീവ്നെസ് നമ്മൾ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യപ്പെടുക? കോഴ്സിന്റെ കവറേജ് പെട്ടെന്ന് കഴിയുന്നതിലൂടെയാണോ, സ്റ്റുഡൻസിന് ആ ഒരു വിഷയത്തിലുള്ള ഇൻട്രസ്റ്റിലൂടെയാണോ, ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ദി സ്റ്റുഡൻസ് ആണോ, ടീച്ചിങ് എയ്ഡ്സ് ആണോ? കറക്റ്റ് ആൻസർ എന്താണ്? ലേണിംഗ് ഔട്ട്കംസ് ഓഫ് ദി സ്റ്റുഡൻസ് ആണ്. റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ടൈപ്സ് ആൻഡ് മെഷേഴ്സ് യൂസ് ടു ഇവാലുവേറ്റ് എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ്. ഒരു എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മെഷർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് എന്താണ്? ലേണിംഗ് ഔട്ട്കംസ് ആണ്. അല്ലെ, എന്ത് ഔട്ട്കം ആണ് ആ ഒരു ടീച്ചിങ്ങിലൂടെ കുട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോൺസെപ്റ്റ്. അല്ലെ, സ്റ്റുഡൻസിന് എത്രത്തോളം ആ കോൺസെപ്റ്റുകൾ അണ്ടർസ്റ്റാൻഡ് ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതും കൂടി എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അക്കാഡമിക് പെർഫോമൻസ് ആൻഡ് അച്ചീവ്മെന്റ്, സ്റ്റുഡൻസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, development of critical thinking skills, improvement in knowledge and skills, student motivation and interest in learning, classroom interaction and engagement, achievement of teaching objective, feedback from students and evaluation. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോയിന്റ്സ് എല്ലാവരും കണ്ടാൽ മനസ്സിലാകുന്ന പോയിന്റ്സ് ആണെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ദേർ, വി ക്യാൻ ഡിസ്കസ് ഓൾ. ഓക്കെ, ഇതാണ് വളരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെഷേഴ്സ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് എഫക്റ്റീവ് ടീച്ചിങ്. ഓക്കെ, so next question എന്താണ്? The best way for providing value education is through what? അല്ലെ, വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഒരു വേ ഏതെന്ന് ചോദിക്കുന്നത്. ഡിസ്കഷൻ ഓൺ സ്പിരിച്വൽ ടെക്സ്റ്റ്, lecture or discourses on values, seminar or symposia on values, mentoring or reflective session on values. So ഇതിൽ ഏതാണ് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഏറ്റവും റയർ ആയിട്ടുള്ള ഒരു കാര്യം? എന്താണ്? ലെക്ചർ ഓർ ഡിസ്കോഴ്സ് ഓൺ വാല്യൂസ് ആണ്. റൈറ്റ്. അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം. ഓക്കെ, ലെക്ചറും അതുപോലെ തന്നെ വാല്യൂസിനെ പറ്റിയിട്ടുള്ള ഡിസ്കോഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. മെത്തേഡ്സ് ഓഫ് പ്രൊവൈഡിംഗ് വാല്യൂ ഇൻഫർമേഷൻ, ലെക്ചർ ആൻഡ് ഡിസ്കോഴ്സ് മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, അല്ലെ, റോൾ പ്ലേ ആൻഡ് ഡ്രാമറ്റൈസേഷൻ. അല്ലെ, നമ്മൾ കുട്ടികൾക്കിടയിലൊക്കെ ഈ വാല്യൂസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്കിറ്റുകൾ കണ്ടക്ട് ചെയ്യും. വാല്യൂ, മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞ് ലാസ്റ്റ് അത് പറയും. റൈറ്റ്. പിന്നെ മെന്ററിംഗ് ആൻഡ് റിഫ്ലക്റ്റീവ് സെഷൻസ് ഉണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് ടീം വർക്ക് ഉണ്ട്, മോറൽ ആൻഡ് എത്തിക്കൽ കേസ് സ്റ്റഡീസ് ഉണ്ട്, സെമിനാർ ആൻഡ് സിംബോസിയം മെത്തേഡ് ഉണ്ട്, ലേണിംഗ് ത്രൂ റിയൽ ലൈഫ് എക്സാമ്പിൾ ഉണ്ട്, കമ്മ്യൂണിറ്റി സർവീസ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സുകൾ വഴി എന്താണ് നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ദ യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് attracting students' attention, minimizing indiscipline, optimizing learning outcomes, effective engagement of students in learning tasks. Right. ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ എന്തിനാണ് ഒരു ക്ലാസ്സിൽ യൂസ് ചെയ്യുന്നത്? സ്റ്റുഡൻസിന്റെ അറ്റൻഷനെ അട്രാക്ട് ചെയ്യാനാണോ, ഇൻഡിസിപ്ലിൻസ് മിനിമൈസ് ചെയ്യാനാണോ, അതുപോലെ തന്നെ ലേണിംഗ് ഔട്ട്കംസ് ഒപ്റ്റിമൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ എഫക്റ്റീവ് എൻഗേജ്മെന്റ്, സ്റ്റുഡൻസിന്റെ മാക്സിമം എൻഗേജ്മെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നത്.
ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? എഫക്റ്റീവ് എൻഗേജ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് ടാസ്ക്. അതാണ് ഒരു ടീച്ചിങ് എയ്ഡിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, അല്ലെ? യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ് റെഫേഴ്സ് ടു ദി യൂസ് ഓഫ് വിഷ്വൽ, ഓഡിയോ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് മെറ്റീരിയൽ ടു മേക്ക് ടീച്ചിങ് മോർ എഫക്റ്റീവ് ആൻഡ് മീനിങ്ഫുൾ. Teaching aids improve classroom communication, increase student engagement, and help learners understand the concept more clearly, right? ടീച്ചിങ് എയ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് മെത്തേഡുകളുണ്ട്. വിഷ്വൽ ഉണ്ട്, ഓഡിയോ ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് മെറ്റീരിയൽസ് ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യുക, സ്റ്റുഡൻസിന്റെ എൻഗേജ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ ലേണേഴ്സിനോട് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ. Attract students' attention, improves understanding of concept, encourage active participation, enhance memory and retention, right? അല്ല, നമുക്ക് കാഴ്ചയിലൂടെ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാനൊക്കെ പണ്ട് +2 ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അതില് എന്റെ സാർ എനിക്ക് പിന്നെ ഈ ഔട്ട്സോഴ്സിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കില് കല്യാണരാമന്റെ ഒരു സീന് കാണിച്ചതിന്റെ പഠിപ്പിച്ച. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ആ ഒരു ക്ലാസ് ഞാൻ മറന്നിട്ടില്ല. ആ മെമ്മറൈസേഷൻ പവറാണ്. നമ്മള് വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് ടീച്ചിങ് എയ്ഡ്സിലൂടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. കുട്ടികളുടെ മനസ്സിൽ അതിന് പതിഞ്ഞു നിൽക്കും ചില കോൺസെപ്റ്റുകൾ. അത് നമ്മൾ ഈ പറയപ്പെടുന്ന സിനിമകളിലൂടെയും അവർക്ക് വളരെ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിലൂടെ വളരെ എഫക്റ്റീവ് ആയിട്ട് അവരിലേക്ക് അത് എത്തുന്നതാണ്. ഓക്കെ. മേക്സ് ലേണിംഗ് റിയലിസ്റ്റിക് ആൻഡ് പ്രാക്ടിക്കൽ, അല്ലെ? സപ്പോർട്ട്സ് ഡിഫറെന്റ് ലേണിംഗ് സ്റ്റൈൽസ്, റെഡ്യൂസസ് വെർബലിസം ഇൻ ടീച്ചിങ്, റൈറ്റ്? ഇംപ്രൂവ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ ഒരുപാട് പോയിന്റ്സുകൾ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇതൊക്കെ എന്താണ് ഈ പറയപ്പെടുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ്സിലൂടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻപുട്ടുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ ക്ലാസ് റൂം കമ്മ്യൂണിക്കേറ്റേഴ്സ് ട്രസ്റ്റ് ലെവൽ ഇസ് ഡിറ്റർമൈൻഡ് ബൈ യൂസ് ഓഫ് ഹൈപ്പർബോൾ, ചേഞ്ച് ഓഫ് വോയിസ് ലെവൽ, യൂസ് ഓഫ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്, ഐ കോണ്ടാക്ട്, റൈറ്റ്? ഒരു ക്ലാസ് കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേറ്റർ ആരാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് അവരോടുള്ള ഒരു ട്രസ്റ്റ് ലെവല് നമുക്ക് എങ്ങനെയാണ് കൂട്ടുക, അല്ലെങ്കിൽ അതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? കറക്റ്റ് ആൻസർ ഐ കോണ്ടാക്ട് ആണ്, റൈറ്റ്? ഇതപ്പോ ഏത് കോൺസെപ്റ്റിൽ വരുന്നതാണ്? ഗസ്റ്റർ, ഓക്കെ, ഓഫ് ടീച്ചർ, റൈറ്റ്? Gesture of teachers refers to the physical movement and body language used by teachers during classroom communication to support teaching and improve interaction with the students. Like gestures എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ മൂവ്മെന്റ്സും അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജസ് ആണ്. അപ്രോപ്രിയേറ്റ് ഗസ്റ്റർ മേക്ക് കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ്, ഇൻക്രീസ് സ്റ്റുഡന്റ് അറ്റൻഷൻ, മോർ എഫക്റ്റീവ് ആയിരിക്കും, സ്റ്റുഡൻസ് അറ്റൻഷൻ ഇൻക്രീസ് ആവും, അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, റൈറ്റ്? ഹാൻഡ് മൂവ്മെന്റ്സ് വൈൽ എക്സ്പ്ലെയിനിങ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഐ കോണ്ടാക്ട്, ഹെഡ് മൂവ്മെന്റ്സ് ആൻഡ് നോഡിങ്, proper body posture, right? Walking around the classroom, pointing towards teaching aids, smiling and encouraging expression, use of signs and signals for discipline, expressive body language for emphasis, right? അങ്ങനെ ഒരുപാട് ഗസ്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട്, പ്രത്യേകിച്ച് ഒരു ക്ലാസ് റൂം സെറ്റപ്പിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, റൈറ്റ്? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെന്റ്സ് are acceptable regarding teaching learning relationship, right? When students fail, teachers fail. Every teaching must aim to ensure learning. There can be teaching without learning. There can be no learning without teaching. A teacher teaches but learn also. Real learning implies rote learning, right? അപ്പോൾ ഇതിൽ ഏത് കോഡാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നത് കേട്ടോ. 2 3 4 5 ഉണ്ട്, 1 2 3 5 ഉണ്ട്, 3 4 5 6 ഉണ്ട്, 1 2 5 6 ഉണ്ട്. ഓക്കെ, പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. കറക്റ്റ് ആൻസർ എന്താണ്? 2 ആണ്, അല്ലെ? 1 2 3 and 5 ആണ്, റൈറ്റ്? 1 when students fail, teachers fail. ശരിയാണ്, അല്ലെ? 2 3 4, റൈറ്റ്? പിന്നെന്താണ്? എവറി ടീച്ചിങ് മസ്റ്റ് എയിം അറ്റ് എൻഷുർ ലേണിംഗ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ 1 2 ആയി. പിന്നെ there can be teaching without learning. 3 there can be no learning without teaching. തെറ്റാണ്, അല്ലെ? തെറ്റാണ്, റൈറ്റ്? ഫൈൻ. നമുക്ക് ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? there can be no learning without teaching, റൈറ്റ്? ഇല്ല, ഒരിക്കലല്ല. ടീച്ചിങ്ങിൽ അല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് ലേണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്, റൈറ്റ്? അപ്പൊ 4th പോയിന്റ് ശരിയല്ല, അത് തെറ്റാണ്, റൈറ്റ്? കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ചിങ് നമുക്ക്
ഒരു ക്ലാസ് റൂം എൻവയോൺമെന്റ് എന്നല്ലാതെ നമുക്ക് ഈ പറയുന്ന യാത്രകളിലൂടെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്, ലേൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ 4th പോയിന്റ് ശരിയല്ല. 5th പോയിന്റ് എന്താണ്? ടീച്ചർ ടീച്ചേഴ്സ് ബട്ട് ഓൾസോ ലേൺസ്, റൈറ്റ്? ഓക്കെ, അപ്പൊ എന്താണ് 5th പോയിന്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്, റൈറ്റ്? റിയൽ ലേണിംഗ് ഇംപ്ലൈസ് റോട്ട് ലേണിംഗ്, അതും എന്താണ് തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, റൈറ്റ്? അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യാണ്. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, എലിമിനേഷൻ മെത്തേഡ് അറിയാലോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊക്കെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആൻസറോട് എത്താൻ പറ്റും. ചില ഓപ്ഷൻസ് തീരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, റൈറ്റ്? ഈ പറയപ്പെടുന്ന ദർ ക്യാൻ ബി എന്താണ് നോ ലേണിംഗ് വിത്തൗട്ട് ടീച്ചിങ് എന്തായാലും വരില്ല. അപ്പൊ എന്താണ് 4th വരുന്ന ഓപ്ഷൻസ് എന്തായാലും വരില്ല. അപ്പൊ ഇത് പോയി. ഓക്കെ, പിന്നെ ഈ 2 ഓപ്ഷൻസ് ആണ്. അതിൽ 6th എന്തായാലും വരില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് കട്ട് ചെയ്തു. ലാസ്റ്റ് എന്ത് ചെയ്തു? 1, 2, 3 and 5 ആണ് നമുക്ക് മനസ്സിലായി, റൈറ്റ്? അപ്പൊ ഇത് എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ ആൻസറിലോട്ട് എത്താൻ പറ്റും, റൈറ്റ്? യാ, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രൊഫഷണൽ ആൻഡ് പോസിറ്റീവ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ദാറ്റ് സപ്പോർട്ട്സ് എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്, റൈറ്റ്? ഇത് നമ്മളുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്, റൈറ്റ്? ഹെൽത്തി ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഇംപ്രൂവ്സ്. ഇറ്റ് ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ, ക്ലാസ് റൂം പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓവറോൾ അക്കാഡമിക് ഡെവലപ്മെന്റ്. നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇന്ററാക്ഷൻ ടീച്ചർ ലേണർക്കിടയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന പോയിന്റ്സുകളൊക്കെ അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാവും, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കും, ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും, ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാവും, എൻകറേജ്മെന്റ് ഉണ്ടാവും, മോട്ടിവേഷൻ ഉണ്ടാവും, റൈറ്റ്? അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആൻഡ് അപ്രോച്ചബിൾ ബിഹേവിയർ ഉണ്ടാവും, ഗൈഡൻസ് ആൻഡ് മെന്ററിംഗ് ഉണ്ടാവും. ഇതൊക്കെ ടീച്ചർ സെന്റർ റിലേഷൻഷിപ്പിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്, അല്ലെ? പോസിറ്റീവ് ക്ലാസ് റൂം ഇന്ററാക്ഷൻ അത് കാരണം ഉണ്ടാവും, ഫെയർ ആൻഡ് അൺബേസ്ഡ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ടാവും, കോഓപ്പറേഷൻ വിത്ത് ലേണിംഗ് പ്രോസസ്. ഓക്കെ, ഇപ്പൊ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, റൈറ്റ്? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലേണിംഗ് ഈസ് ലേണിംഗ് ഈസ് ലൈഫ് ലോങ് പ്രോസസ്, റൈറ്റ്? Learning is a lifelong process. Learning to be useful must be linked with life processes. Okay, learning എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. അതുപോലെ തന്നെ ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് ലൈഫ് പ്രോസസ്. ഓക്കെ, അപ്പോൾ ബോത്ത് ട്രൂ ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ, ബോത്ത് ട്രൂ ബട്ട് ആർ ഡസന്റ് എക്സ്പ്ലെയിൻ എ, എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്, എ ഈസ് ഫാൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ലേണിംഗ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് പ്രോസസ് ആണ്. ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് ലൈഫ് പ്രോസസ് എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? 2 ആണ്, റൈറ്റ്? എന്താണ്? ബോത്ത് ട്രൂ ബട്ട് ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ, റൈറ്റ്? രണ്ടും ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ആറ് അസേഷൻ എന്ത് ചെയ്യുന്നില്ല? അത് റീസണുമായിട്ട് കണക്റ്റഡ് അല്ല, റൈറ്റ്? ലേണിംഗ് ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് ദി ലൈഫ് പ്രോസസ്, റൈറ്റ്? അത് ലേണിംഗിന്റെ ലേണിംഗ് ടു ബി യൂസ്ഫുൾ മസ്റ്റ് ബി ലിങ്ക്ഡ് വിത്ത് ലൈഫ് പ്രോസസ്സസ്. അത് ഒരു ടീച്ചിങ് മെത്തേഡ് ആണ്, അല്ലെ? ലൈഫ് പ്രോസസ്സുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് അത് പഠിപ്പിക്കുക എന്നുള്ളത്, റൈറ്റ്? ഇപ്പൊ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിന്റെ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതല്ല, റൈറ്റ്? അപ്പോ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽ അക്വയർ നോളേജ്, skills, attitude and experience that bring changes in the behavior, right? It helps individual adapt to their environment and improve their understanding and performance, right? Learning പറയുമ്പോൾ എന്താണ്? ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. ബിഹേവിയറിൽ ചേഞ്ച് കൊണ്ടുവരും, കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ ആണ്, ഗോൾ ഓറിയന്റഡ് ആണ്. ലേണിംഗ് ഇൻവോൾവ്സ് എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് അതിന് വേണം. അത് യൂണിവേഴ്സൽ ആണ്, ഫോമൽ ആകാം, ഇൻഫോമൽ ആകാം. ഓക്കെ, ഒരുപാട് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്, നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. യാ, ഇപ്പോ ലേണിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ ആണ്, റൈറ്റ്? നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടീച്ചിങ് മെത്തേഡ് ഈസ് ലേണർ പാർട്ടിസിപ്പേഷൻ ഈസ് ഓപ്റ്റിമൽ ആൻഡ് പ്രോ ആക്റ്റീവ്? ഈ പറയപ്പെടുന്നത് ഈ ലേണിംഗ് ടീച്ചിങ് മെത്തേഡില് ലേണറുടെ പാർട്ടിസിപ്പേഷൻ വളരെ പ്രോ ആക്റ്റീവും ഒപ്റ്റിമലും ആകേണ്ടത് ഏത് ടീച്ചിങ് മെത്തേഡിലാണ് ചോദിക്കുന്നത്? ഡിസ്കഷൻ മെത്തേഡ് ഉണ്ട്, ബിസ് സെഷൻ മെത്തേഡ് ഉണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൊജക്ട് മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഡിസ്കഷൻ മെത്തേഡ് ആണ്, അല്ലെ? ഓക്കെ, learner-centered teaching method is an approach in which the learning process focus on the needs, interest, abilities and active participation of the students rather than only on teacher, right? Learner-centered teaching method എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പ്രധാനമായിട്ടുള്ള റോൾ വഹിക്കുന്ന ആരാണ്? ലേണർ ആണ്, അല്ലെ? അവരുടെ നീഡ്സ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ എബിലിറ്റീസ്, അവരുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് ലേണർ സെന്റർഡ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ലേണർ സെന്റർഡ് ടീച്ചിങ് മെത്തേഡിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ടു തിങ്ക് ക്രിട്ടിക്കലി, ടു ഇന്ററാക്ട് ആക്റ്റീവ്ലി ആൻഡ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ദെയർ ഓൺ ലേണിംഗ്, അല്ലെ? അവനവന്റെ ഈ പറയപ്പെടുന്ന എന്താണ് അനാലിസിസ് പവർ അല്ലെങ്കിൽ അനലിറ്റിക്കൽ പവർ എന്താണ്? ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനും
അതുപോലെ തന്നെ ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഓൺ ലേണിംഗിനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് പറയുന്ന ലേണേഴ്സ് സെന്റർഡ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ വരുന്ന കുറച്ച് മെത്തേഡാണ് ഡിസ്കഷൻ മെത്തേഡ്, പ്രൊജക്ട് മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്, ബ്രെയിൻ സ്റ്റോമിംഗ് ഉണ്ട്, സെമിനാർ മെത്തേഡ് ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ മെത്തേഡ് ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഉണ്ട്, കേസ് സ്റ്റഡി മെത്തേഡ് ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് മെത്തേഡ് ഉണ്ട്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ലേണിംഗ് മെത്തേഡുകൾ, ലേണർ സെന്റർഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ ഫാക്ടർ that affects teaching effectiveness is social system, economic system, political system, educational system, right? എന്താണ് കറക്റ്റ് ആൻസർ? എന്താണ്? യാ, എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്, റൈറ്റ്? അപ്പോ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ്ങിനെ എഫക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങൾ എന്താണ്? ടീച്ചേഴ്സ് സബ്ജക്ട് നോളജ്, അല്ലെ? ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോളജിൽ ഉണ്ടാകുന്ന ഒരു സബ്ജക്ട് നോളജ് എന്താന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ടീച്ചർക്ക് ഉണ്ടാകേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ മാത്രമാണ് അവിടെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു ലേണർക്ക് എന്താണ് കൃത്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടൊരു ടീച്ചിങ് അതിലൂടെ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടീച്ചിങ് മെത്തേഡ്സുകൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് എബിലിറ്റി ടീച്ചർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സ്റ്റുഡൻസിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ് ആ ഭാഗത്ത് ഉണ്ടാകണം. പ്രയർ നോളജ് ഓഫ് ലേണേഴ്സ് ഉണ്ടാകണം. യൂസ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്, ഒരുപാട് ടീച്ചിങ് എയ്ഡ്സുകൾ, മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം. നല്ല റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമാണ് എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ്, നമ്മുടെ ഒരു ടീച്ചിങ് എൻവയോൺമെന്റ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് കേട്ടോ. യെസ്, ഇതൊക്കെ എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് ഈ പറയപ്പെടുന്ന ഓരോ പോയിന്റ്സുകൾ. ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന് എന്താണ്? അസേർഷൻ ആണ്. ഫോർമാറ്റീവ് ഇവാലുവേഷൻ ആക്സിലറേറ്റ്സ് ലേണിംഗ്. റീസൺ എന്ന് പറയുമ്പോൾ ഫോർമാറ്റീവ് ഇവാലുവേഷൻ ഈസ് മോർ റിലയബിൾ ദാൻ സമ്മാറ്റീവ് ഇവാലുവേഷൻ. ഓക്കെ, അപ്പൊ ഇത് അസേർഷൻ റീസണിങ്ങിന്റെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ നോക്കുക. ബോത്ത് ട്രൂ ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ, ബോത്ത് ട്രൂ ബട്ട് ആർ ഡസന്റ് എക്സ്പ്ലെയിൻ എ, A is true but R is false, and A is false but R is true, right? ഫോർമാറ്റീവ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ പോസ് ചെയ്യുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. സോ കറക്റ്റ് ആൻസർ എന്താണ്? തേർഡ് വൺ ആണ്, റൈറ്റ്? അതായത് A is true but R is false, റൈറ്റ്? ഫോർമാറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലേണിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? പക്ഷേ അതെന്തല്ല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇറ്റ് ഈസ് മോർ റിലയബിൾ ദാൻ സമ്മാറ്റീവ് ഇവാലുവേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫോർമാറ്റീവ് ഇവാലുവേഷനോട് പറയാൻ പറ്റില്ല. കാരണം സമ്മാറ്റീവ് ഇവാലുവേഷൻ എന്താണ്? ഫോർമാറ്റീവ് ഇവാലുവേഷൻ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇവാലുവേഷൻ മെത്തേഡാണ്, റൈറ്റ്? ഇപ്പൊ മോർ റിലയബിൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എ എന്താണ്? ശരിയാണ്. ഓർ എന്താണ്? ഫോൾസ് ആണ്, റൈറ്റ്? യെസ്. ഇനി നമുക്ക് സമ്മാറ്റീവ് ഇവാലുവേഷൻ, നമ്മൾ ഫോർമാറ്റീവ് ഓൾറെഡി നോക്കി, നമുക്ക് സമ്മാറ്റീവ് ഇവാലുവേഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. Summative evaluation is the process of assessing students' learning at the end of a course. അല്ലെ, ഒരു കോഴ്സിന്റെ അവസാന ഘട്ടത്തിൽ നമ്മളെ അസസ് ചെയ്യുന്നതാണ് സമ്മാറ്റീവ് ഇവാലുവേഷൻ. അല്ലെങ്കിൽ കോഴ്സോ അല്ലെങ്കിൽ യൂണിറ്റോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ പീരീഡോ എന്തിന്റെയും അവസാനം ലേണിംഗിന്റെ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഇവാലുവേഷൻ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സമ്മാറ്റീവ് ഇവാലുവേഷൻ എന്ന്. It focuses on grading, certification and judging the final performance, right? അപ്പൊ കണ്ടക്ട് ദി എൻഡ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ആണ്, മെഷേഴ്സ് ഓവറോൾ ലേണിംഗ് അച്ചീവ്മെന്റ്സ് ആണ്, ഫൈനൽ പെർഫോമൻസ് ആണ്, ഗ്രേഡിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻസ് ആണ്. ഓക്കെ, പോയിന്റ്സ് ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡന്റിഫൈ ദി ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഹെൽപ്ഫുൾ ഇൻ എഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സിൽ. ഇതിൽ പറയപ്പെടുന്ന ഏതാണ് എഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗിൽ വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് ചോദിക്കുന്നത്. പ്രയർ എക്സ്പീരിയൻസ് ഉണ്ട്, ഫാമിലി ഫ്രണ്ട്സ് റിലേഷൻഷിപ്പ് ഉണ്ട്, എബിലിറ്റി ഇൻ സബ്ജക്ട് ഉണ്ട്, ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇൻട്രസ്റ്റ് ഇൻ ഡ്രസ് കോഡ് ഉണ്ട്. നോ, ഇതിപ്പോ കട്ട് ചെയ്യാം കേട്ടോ. മോട്ടിവേഷൻ ഓറിയന്റേഷൻ ഉണ്ടാവണം, പ്രയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം, റൈറ്റ്? സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആൻസർ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഫൈൻ. അപ്പോ എന്താണ് കറക്റ്റ് ആൻസർ? ബി ആണ്, അല്ലെ? അതായത് 1 to 4 and 6 ആണ്. 1 പ്രയർ എക്സ്പീരിയൻസ് വേണം, അല്ലെ? അത് വലിയൊരു മെറിറ്റ് ആണ്, ഒരു വിഷയത്തിന് മുകളിൽ പ്രയർ ആയിട്ടുള്ള ഒരു മെറിറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? പിന്നെ ഫാമിലി ഫ്രണ്ട് റിലേഷൻഷിപ്പ്, ദാറ്റ് ഡസൻ മാറ്റർ, റൈറ്റ്? അപ്പൊ അത് വരൂല. എബിലിറ്റി ഇൻ സബ്ജക്ട്, അല്ലെ? ഒരു സബ്ജക്റ്റിലുള്ള ആ ഒരു വ്യക്തിയുടെ എബിലിറ്റി ഡെഫിനറ്റ്ലി ആണ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട്, അല്ലെ? ഇപ്പം ഒരു ഇംഗ്ലീഷിൽ നമ്മൾ ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ലേണറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷ് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് ഡെഫിനറ്റ്ലി ഒരു ഹെൽപ്ഫുൾ മെത്തേഡ് ആണ്.
പിന്നെ ഇൻട്രസ്റ്റ് ഇൻ ഡ്രസ് കോഡ് വരില്ല, പിന്നെ മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, വിച്ച് ഫാക്ടർ കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു ടീച്ചിങ് എഫക്റ്റീവ്നെസ്? ഈ പറയപ്പെടുന്നതിൽ ടീച്ചിങ് എഫക്റ്റീവ്നെസ്സിൽ പോസിറ്റീവ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സബ്ജക്ട് നോളജ് ഉണ്ട്, സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട്, എബിലിറ്റി ടു പ്ലീസ് സ്റ്റുഡൻസ് ഉണ്ട്, പേഴ്സണൽ കോൺടാക്ട് ഉണ്ട്, ക്ലാസ് റൂം മാനേജ്മെന്റ് കോമ്പറ്റൻസ് ഉണ്ട്. ഓക്കെ, ടീച്ചിങ് എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യുന്ന, പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന പിന്നെ ഫാക്ടർ ഏതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ നിങ്ങൾ ഓപ്ഷൻ കണ്ടുപിടിക്കുക. സോ എന്താണ്, ഓപ്ഷൻ ഡി ആണ് റൈറ്റ്. എന്താണ്, എ, സി ആൻഡ് എഫ് ആണ്. സബ്ജക്ട് നോളജ് ആണ്, ഓക്കെ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെഫിനറ്റ്ലി, പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് കോമ്പറ്റൻസ്, റൈറ്റ്. ഇതൊക്കെ എന്താണ്, ടീച്ചിങ് എഫക്റ്റീവ്നെസ്സിനെ പോസിറ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് CCER. ഓക്കെ ഓക്കെ, അതായത് CCE എന്ന് പറയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, CCE എന്താന്ന് നോക്കാം കേട്ടോ. എന്താണ് CCE? കണ്ടിന്യൂസ് ആൻഡ് കംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഇതിന്റെ ഫുൾ ഫോം ആണ്, നോട്ട് ഡൗൺ ചെയ്യണം. ഈസ് എ സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ that assess students continuously throughout the learning process and focus on both the scholastic and co-scholastic development, right? അപ്പോ കണ്ടിന്യൂസ് ആൻഡ് കംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു സിസ്റ്റം ഓഫ് ഇവാലുവേഷൻ മെത്തേഡ് ആണ് അല്ലെ. ഇത് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ഒരുപാട് സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. ലേണിംഗ് പ്രോസസ്സിനെ അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്കോളാസ്റ്റിക്കും അതുപോലെ തന്നെ കോസ്കോളാസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ആൻഡ് കംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പൊ എന്താണ് സ്കോളാസ്റ്റിക്, എന്താണ് കോസ്കോളാസ്റ്റിക് എന്ന് പറയുന്നത്? സ്കോളാസ്റ്റിക് ഏരിയാസ് എന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠനവും കംപ്ലീറ്റ്ലി അക്കാഡമിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കോസ്കോളാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്, സോറി, അക്കാഡമിക്സിൽ നിന്ന് പുറമെ നമുക്ക് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ഒരുപാട് സ്കിൽസുകൾ ഉണ്ട്. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്കോളാസ്റ്റിക് എന്താണ്, മാത്സിന്റെ എക്സാം, സയൻസ് പ്രൊജക്ട്, ലാംഗ്വേജ് അസൈൻമെന്റ്, എക്സ്പെറ്റ്. കോസ്കോളാസ്റ്റിക് ഏരിയസ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ, ഡാൻസ്, മ്യൂസിക് പെർഫോമൻസ്, അല്ലെ, ലീഡർഷിപ്പ് ക്ലാസ് ഇൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ഇതൊക്കെ എന്താണ്, കോസ്കോളാസ്റ്റിക് ഏരിയാസ് ആണ്, റൈറ്റ്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആൻഡ് കംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ലേണിംഗ് പ്രോസസ്സിലൂടെ എന്താണ്, ലേണിംഗ് പ്രോസസ്സിനിടയിൽ എന്താണ്, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഇവാലുവേഷൻ മെത്തേഡാണ്. വെറും പഠനം മാത്രമല്ല, സ്കോളാസ്റ്റിക് ആൻഡ് ബോത്ത് കോസ്കോളാസ്റ്റിക് ഡെവലപ്മെന്റ്, റൈറ്റ്. ഇറ്റ് എയിംസ് ടു റെഡ്യൂസ് എക്സാമിനേഷൻ സ്ട്രെസ് ആൻഡ് പ്രൊമോട്ട് ദി ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് എ ലേണർ, അല്ലെ. ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം സ്കോളാസ്റ്റിക്കും അതുപോലെ തന്നെ കോസ്കോളാസ്റ്റിക് ഏരിയാസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ അവരെന്താണ്, ഒരു ഓവറോൾ ഡെവലപ്മെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എക്സാമിനേഷൻ സ്ട്രെസ് ഒരു പരിധിവരെ കുറക്കാനും വേണ്ടിയിട്ട് ഇതിലൂടെ സാധിക്കുന്നു, റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, using the central point of classroom communication as the beginning of a dynamic pattern of ideas is called, അല്ലെ. അതായത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റ്, ഒരു ഡൈനാമിക് പാറ്റേൺ, വലിയൊരു ബിഗ് കോൺസെപ്റ്റിനെ എന്ത് ചെയ്യാണ്, ബിഗ് കോൺസെപ്റ്റിനെ എന്താണ്, ഒരു സെൻട്രൽ പോയിന്റ് വെച്ചുകൊണ്ട് അതിനെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്ന ടീച്ചിങ് പ്രോസസ് ആണ് ചോദിക്കുന്നത്. സിസ്റ്റമൈസേഷൻ ഉണ്ട്, പ്രോബ്ലം ഓറിയന്റേഷൻ ഉണ്ട്, ഐഡിയ പ്രോട്ടോകോൾ ഉണ്ട്, മൈൻഡ് മാപ്പിംഗ് ഉണ്ട്. ഇതിന്റെ കറക്റ്റ് ആൻസർ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ് എന്ത്, മൈൻഡ് മാപ്പിംഗ് ആണ്, അല്ലെ. സോ എന്താണ് മൈൻഡ് മാപ്പിംഗ് നമുക്ക് നോക്കാം. സോ മൈൻഡ് മാപ്പിംഗ് ഈസ് എ വിഷ്വൽ ലേണിംഗ് ടെക്നിക് യൂസ്ഡ് ടു ഓർഗനൈസ് ഐഡിയാസ്, കോൺസെപ്റ്റ്സ് ആൻഡ് ഇൻഫോർമേഷൻ അറൌണ്ട് എ സെൻട്രൽ ടോപ്പിക്, റൈറ്റ്. ഇപ്പോ വേൾഡ് വാർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി വരും, അല്ലെ. എക്സ്, വൈ, സെഡ്, അല്ലെ, എ, ബി, സി. ഓക്കെ ഫൈൻ. എന്താണ്, ഈ ഐഡിയാസുകൾ ഓർഗനൈസ് ചെയ്യുക, കോൺസെപ്റ്റ്സ്, ഇൻഫോർമേഷൻസ് ഒരു സെൻട്രൽ പോയിന്റ് നമ്മൾ വെച്ചുകൊണ്ട് അതവിടെ ഇങ്ങനെ കീപ്പ് ചെയ്യും, ഇങ്ങനെ അവിടെ പിൻ ചെയ്ത് വെക്കും. അതൊന്ന് ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ്, ഒരു വിഷ്വൽ ടെക്നിക്കിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിനെ വിളിക്കുന്ന പേരാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് XYZ ABC ഫാക്ടേഴ്സുകൾ ഉണ്ട് എന്ന് നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താണ്, ഇറ്റ് ഹെൽപ്സ് ഇംപ്രൂവ് അണ്ടർസ്റ്റാൻഡിങ്, മെമ്മറി, അല്ലെ. അണ്ടർസ്റ്റാൻഡിങ് ഇംപ്രൂവ് ആവും, അതുപോലെ തന്നെ മെമ്മറി ഡെവലപ്മെന്റ് ഉണ്ടാവും, ക്രിയേറ്റിവിറ്റി വളരും, ലോജിക്കൽ തിങ്കിങ് ഉണ്ടാവും. ഓക്കെ,
ഓക്കെ, ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ലോജിക്കൽ എബിലിറ്റി ആണ്, റൈറ്റ്? നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, റൈറ്റ്? അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് മൈൻഡ് മാപ്പിംഗ് എന്നത്. ഓക്കെ, അതിന്റെ സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അറിഞ്ഞിരിക്കുക കേട്ടോ. സ്റ്റാർട്ട്സ് വിത്ത് എ സെൻട്രൽ ഐഡിയ ഓർ ടോപ്പിക്. ഒരു സെൻട്രൽ ആയിട്ടുള്ള ഐഡിയ ഒരു ടോപ്പിക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ യൂസസ് ബ്രാഞ്ചസ്, ഇതേപോലെ പല പല ബ്രാഞ്ചസുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, റിലേറ്റഡ് ഐഡിയാസ് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓർഗനൈസസ് ഇൻഫോർമേഷൻ, വിഷ്വൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക. ഇംപ്രൂവ്സ് മെമ്മറി ആൻഡ് റിട്ടൻഷൻ, എൻകറേജ് ക്രിയേറ്റിവിറ്റി ആൻഡ് ബ്രെയിൻ സ്റ്റോം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൈൻഡ് മാപ്പിംഗ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ഓഫൺ ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് സ്പ്യൂരിയസ്, ക്രിട്ടിക്കൽ, യൂട്ടിലിറ്റാരിയൻ, കോൺഫ്രണ്ടേഷണൽ. ഓക്കെ, ഈ പറയപ്പെടുന്നത് എന്താണ്, ഒരു ടീച്ചർ സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാകണം എന്ന് പറയുന്നത്. ഓക്കെ, സ്പൂരിയസ് ആകണോ, ക്രിട്ടിക്കൽ ആയിരിക്കണോ, യൂട്ടിലിറ്റാരിയൻ ആയിരിക്കണോ, അല്ലെങ്കിൽ കോൺഫ്രണ്ടേഷണൽ ആയിരിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസറും അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. കുറച്ച് വേർഡ്സുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. യൂട്ടിലിറ്റാരിയൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് യൂട്ടിലിറ്റാരിയൻ നമുക്ക് നോക്കാം. എന്താണ്, ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് യൂട്ടിലിറ്റാരിയൻ ബിക്കോസ് ഇറ്റ് ഈസ് മെയിൻലി ഗോൾ ഓറിയന്റഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ അച്ചീവിങ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, യൂട്ടിലിറ്റാരിയൻ എന്ന് പറയുന്നത്, അല്ലെ? അതായത് ടീച്ചിങ്, ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഒരു ഗോൾ ഉണ്ടാവണം. നമുക്കിപ്പോ കാഷ്വൽ അല്ലാതെ വളരെ കാഷ്വൽ ആയിട്ട് ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവേണ്ടതുണ്ടോ? ഇല്ല, അല്ലെ? ഒരു ഫോർമൽ പേഴ്സ്പെക്റ്റീവില് നമ്മൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്താണ്, കാഷ്വൽ ആണെന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ഗോൾ ഉണ്ടാവണം, അല്ലെ? നമ്മളിപ്പോ കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് എന്താണ്, ഒരു നല്ലൊരു ഉദ്ദേശം വേണം. അതായത് കുട്ടികളുമായിട്ട് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. അങ്ങനെ ബിൽഡ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ പഠനത്തെ എനിക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്, റൈറ്റ്? അതുപോലെ തന്നെ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതും കൂടി എന്താണ്, ടീച്ചർ സ്റ്റുഡന്റ് കമ്മ്യൂണിക്കേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ്. യൂട്ടിലിറ്റാരിയൻ കേട്ടോ, നോട്ട് ഡൗൺ ചെയ്യണം. The communication primarily aims to support teaching, learning, guidance and clarification of doubts and academic development, right? അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രൈമറി ഫോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ലേണിംഗ്, ഗൈഡൻസ് ഉണ്ടാക്കി കൊടുക്കുക, സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുക, അക്കാഡമിക് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കണം, റൈറ്റ്? ഇതാണ് എന്താ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കേണ്ട ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റ്, റൈറ്റ്? So that's all about today's session. ഇപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ പറയപ്പെടുന്ന മോക്ക്, ഓക്കെ, മാസീവ്, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന സ്വയംപ്രഭ, ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ടീച്ചിങ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. സോ അതൊക്കെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫൈൻ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകൾ, ടോപ്പിക്സുകളെ പറ്റി നിങ്ങൾ നല്ല രീതിയിൽ അവെയർഡ് ആകുക, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എല്ലാ വീഡിയോസും ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കോഴ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ ഭാഗം ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഫൈൻ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ലൈക്ക് തരിക. ഫൈൻ. ദാറ്റ്സ് the main thing you can do for me, right? Yeah. So that's all about today. So we'll see you in the next session. Till then, bye and thanks everyone.